ചോദ്യം ചെയ്യുന്നവനെ നിശബ്ദനാക്കുന്ന രാഷ്ട്രീയം. വേറെ ആരെയും പറ്റില്ല പറയുന്നത്. നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്ന നമ്മുടെ രാജ്യസഭയിലെ MP ആയിട്ടുള്ള രാഘവ് ചദ്ദെ, അദ്ദേഹത്തെ പറ്റിയാണ് പറയാനുള്ളത്. അദ്ദേഹം നമുക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് കൊണ്ടുവന്നത്. ഒരു MP ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പാർലമെന്റ് ചലഞ്ച് ചെയ്ത 5 കാര്യങ്ങൾ. അതിനുശേഷം അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു? ആ 5 കാര്യങ്ങളിൽ ഒന്നാമത്തത്, നമ്മുടെ റേഷൻ കടയിൽ അരി മണ്ണെണ്ണ വാങ്ങിക്കാൻ പോകുമ്പോൾ ഫിംഗർ വെക്കുന്നു. അതേപോലെ തന്നെ ഒരു സിം എടുക്കാനും നമ്മൾ ഫിംഗർ വെക്കുന്നു. എന്തുകൊണ്ട് വോട്ടിടുമ്പോൾ ഫിംഗർ പ്രിന്റ് വെക്കുന്നില്ല? ഒരു ഒറ്റ ഫിംഗർ പ്രിന്റ് ഒരു വോട്ട് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ലേ? ആണ്. രണ്ടാമത്തത്, നമ്മുടെ കലണ്ടറിലൊക്കെ വർഷം 12 മാസം വരുന്നുള്ളൂ. പക്ഷേ നമ്മൾ ടെലികോം കമ്പനിക്ക് റീചാർജ് ചെയ്യുമ്പോൾ വർഷം 13 മാസം നമ്മൾ റീചാർജ് ചെയ്യുന്നു. കാരണം ഒരു ടെലികോം കമ്പനി 28 ദിവസത്തേക്കാണ് ചാർജ് ചെയ്യുന്നത്. അങ്ങനെ നോക്കുവാണെങ്കിൽ നിങ്ങൾ 12 മാസം എടുത്ത് നോക്കുകയാണെങ്കിൽ എക്സ്ട്രാ 1 മാസത്തെ ചാർജ് കൂടെ നമ്മുടെ കയ്യിൽ നിന്ന് കൊടുക്കേണ്ടി വരുന്നു വർഷം. 3, നമ്മൾ എയർപോർട്ടിൽ പോകുമ്പോൾ നമ്മുടെ ലഗേജിൽ ഒരു എക്സ്ട്രാ 100 ഗ്രാം ഉണ്ടെങ്കിൽ അതിന് അവർ ഫൈൻ ചാർജ് ചെയ്യുന്നു. ഒരു പക്ഷേ എയർലൈൻ ലേറ്റ് ആയാലോ നമുക്കൊരു അപ്പോളജി ഇല്ല, നമുക്കൊരു കോമ്പൻസേഷനും ഇല്ല. അത് ശരിയായിട്ടുള്ള കാര്യമാണോ? 4മത്തത്, ഒരു ജ്യൂസ് ബോട്ടിൽ എടുത്താൽ അതിന്റെ ഫ്രണ്ടിൽ ഫ്രൂട്ടിന്റെ പടം, പക്ഷേ അതിന്റെ ബാക്ക് സൈഡ് എടുത്ത് നോക്കിയാലോ ദീസ് പിക്ചേഴ്സ് ആർ ഫോർ റെപ്രസെന്റേഷൻ ഓൺലി. പിഞ്ച് കുട്ടികളാണ് ഇത് വാങ്ങിച്ചു കൊടുക്കുന്നത്. കുട്ടികളെ ഡയബറ്റീസിലോട് തള്ളിവിടുന്ന ഈ കമ്പനികളെ ചോദ്യം ചെയ്യുമ്പോൾ ആരുമില്ലേ? 5മത്തത്, പാവപ്പെട്ടവന് സബ്സിഡി, പണക്കാരന്റെ പൈസ ഉണ്ട്. മിഡിൽ ക്ലാസ്സുകാരനോ എപ്പോഴും ടാക്സ് മാത്രം അടയ്ക്കുക, കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ ടാക്സ് മാത്രം അടയ്ക്കുക. ഇതൊന്നും ചോദിക്കാൻ ആരുമില്ല. ഇത്ര കുറച്ച് കാര്യങ്ങൾ ഒരാളൊരു പാർലമെന്റ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ചതിന് ഇപ്പൊ നടക്കുന്ന എന്താണ്? സ്വന്തം പാർട്ടി തന്നെ അദ്ദേഹത്തിന്റെ ഡെപ്യൂട്ടി ലീഡർ സ്ഥാനം എടുത്ത് മാറ്റി. മാത്രമല്ല ഇനി അധ്യക്ഷനായിട്ടായി അദ്ദേഹത്തിന് സംസാരിക്കുന്ന ഒരു അവസരം കൊടുക്കരുത് എന്ന് വരെ ആയി. സോ ഒന്ന് ആലോചിക്കണം, നമ്മളെ ഓരോരുത്തരെയും പോലുള്ള മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി സംസാരിച്ച ഒരു ശബ്ദം, ആ ശബ്ദം ഇന്ന് സൈലന്റ് ആയിരിക്കുന്നു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ വോട്ട് ചെയ്യുന്ന ആൾക്കാർ ഒരാൾക്ക്, കേവലം ഒരാൾക്ക് ഇത്രയും മാറ്റം ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഒരു ജില്ലയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിൽ നിന്ന് ഒരാൾ ഇതേപോലെ റെപ്രസെന്റ് ചെയ്ത് മിഡിൽ ക്ലാസ്സുകാരന് വേണ്ടി സംസാരിക്കുകയാണെങ്കിൽ എന്തെല്ലാം മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ ഒരു വ്യക്തി ഇദ്ദേഹം ഒരു വലിയൊരു മാറ്റത്തിന്റെ തുടക്കം മാത്രമായിരിക്കും. നിങ്ങൾക്ക് 4-5 വർഷത്തേക്കും കഴിഞ്ഞ് കിട്ടുന്ന ഒരു അവസരം, അതിപ്പം MLA ഇലക്ഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പാർലമെന്റ് ഇലക്ഷൻ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അതിൽ നിങ്ങൾ കൊടുക്കുന്ന വോട്ട് നിങ്ങൾ പാർട്ടി നോക്കിയോ ആളെ നോക്കിയോ, ഞാൻ പേഴ്സണലി ഇത് പ്രൊമോഷനോ അല്ലെങ്കിൽ ഒന്നുമല്ല, ഒരു പാർട്ടി എതിർത്തോ ഒന്നുമല്ല പറയുന്നത്, ആളെ നോക്കി നിങ്ങൾക്ക് വോട്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ അവിടെ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന, നിങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു മിഡിൽ ക്ലാസ്സുകാരനുണ്ടെങ്കിൽ ഇതേപോലത്തെ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടാവും.